CPR അറിയോ? കേട്ടണോ? CPR നമ്മൾ ആർക്കാ കൊടുക്കുക? നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു ബോധം കെട്ട കേസ് അവർക്ക് CPR കൊടുക്കുമോ? ഇല്ല. അപ്പം ബോധം മാത്രമേ പോയിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് റെസ്പോണ്ട് ചെയ്യേണ്ട ചെറിയ ബ്രീത്ത് ഉണ്ടെങ്കിൽ ഇതൊന്നും നോക്കാണ്ട് നമ്മൾ പോയി CPR കൊടുത്തു കഴിഞ്ഞാൽ അടി അവനോട് കിട്ടും. കാരണം ഓന് ചെറുപ്പം ഷുഗർ കുറഞ്ഞുകൊണ്ട് പോയതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ CPR ഒക്കെ കൂടി കൊടുത്തപ്പോൾ അവൻ്റെ എല്ലൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ CPR കൊടുക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഈ ഹൃദയാഘാതത്തിലാണ് നമ്മൾ CPR കൊടുക്കുക. ശരിക്കും മനസ്സിലാക്കുക, ഒരാൾ വീണ് കിടക്കുക, നമ്മൾ തട്ടി വിളിച്ചു, റെസ്പോണ്ട് ഇല്ല, നമ്മൾ ബ്രീത്ത് നോക്കുമ്പോൾ ഒരു പേഷ്യൻറ്റ് കിടക്കുകയാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ബ്രീത്ത് നോക്കി നമുക്ക് മനസ്സിലാവില്ല. തലൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നോക്കണം. അപ്പം ആ ഒരു ചെറിയ ബ്രീത്തിൻ്റെ ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് മൂന്നും ഇല്ലാത്ത കേസാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? CPR കൊടുക്കുക. ഇനി CPR കൊടുക്കുന്നത് എങ്ങനെയെന്നും കൂടി നമ്മൾ അറിയണം. ഇതിപ്പോൾ ഇയാൾക്ക് ബോധമില്ല, ഓക്കെ, നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ പോട്ടെ. അയാൾക്ക് ബോധം ഉണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം എങ്ങനെ നോക്കുക? ബ്രീത്ത്. പിന്നെ നമ്മൾ അയാളെ വിളിക്കും. പിന്നെ ടീച്ചർ പറഞ്ഞ മാതിരി പൾസ് നോക്കാൻ നമുക്ക് അറിയുന്ന കേസാണെങ്കിൽ നമുക്ക് പൾസ് നോക്കാം. ഇനി നോക്കേണ്ടത് കാറ്റുണ്ടോ എന്നുള്ള ബ്രീത്ത്. ചെസ്റ്റിൻ്റെ ഈ ലെവലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ബ്രീത്ത് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. അത് കാണില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇയാളെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ആകെയുള്ളത് കാർഡിയാക്കിലേക്ക് പ്രഷർ കൊടുക്കാന്നുണ്ട്. നമ്മൾ CPR കൊടുക്കുമ്പോൾ ഇതാണ് ഈ പൊസിഷൻ, ഇതൊന്നല്ല കേട്ടോ. ഈ സ്ഥലം നമ്മളെ മൂക്കിൻ്റെ സ്ട്രെയിറ്റ്, ഈ രണ്ടിൻ്റെ ഇടയിൽ ഇവിടെ ആദ്യം ഈ കൈ വെക്കുക, ഓക്കെ. അതിൻ്റെ മേലേക്ക് ഈ കൈ എന്നുവെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇടുപ്പിൻ്റെ ഇവിടുന്ന് വേണം പ്രഷർ വരണം, കൈയിൻ്റെ ഷോൾഡറിൻ്റെ പ്രഷർ അല്ല പോകേണ്ടത്. പിന്നെ ഈ ചെയ്യും എന്ത് ചെയ്യണം? വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഒരു 5 to 6 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് പോകണുണ്ടെന്നുള്ള ബോധ്യം ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ ഇതിൽ ചെയ്യണതിൻ്റെ കാര്യമുള്ളൂ. അത് 1 മിനിറ്റിൽ എത്ര എണ്ണം കൊടുക്കണം എന്നറിയോ? 120 എണ്ണം കൊടുക്കണം. 30 CPR ചെയ്യുമ്പം 2 ബ്രീത്ത് വായിൽ കൊടുക്കണം, ഓക്കെ. അപ്പോൾ ആദ്യം ഒരു പേഷ്യൻ്റ് ഇങ്ങനെ കൊളാപ്സ് ആയി കിടക്കുമ്പോൾ CPRന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നേരെ ആക്കണം. ഇതെന്തിനെങ്ങനെ ചെയ്യണത്? ഇങ്ങനെയാണ് ഇപ്പോൾ ബോധം കെട്ടി കിടക്കണം വിചാരിക്കുക, അയാളുടെ എയർവേ ഇവിടെ സ്റ്റക്കാ, മനസ്സിലായോ? അപ്പോൾ അയാൾ നമ്മളിത് ചെയ്യുമ്പം ഈ ചോക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അയാളുടെ എയർവേ, ഈ ശ്വാസം നമ്മളിത് ചെയ്യണമെന്തിനാ? ശ്വാസം പുറത്തേക്ക് ചാടണല്ലേ. അപ്പം ഇത് കറക്റ്റാണോ നോക്കുക. ടവല് വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? അവരെ വായിലേക്ക് ഊതുക, 3 പ്രാവശ്യം ഊതുക, പുറത്തേക്ക് നിൽക്കുക. ഈ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? 108ലേക്ക് വിളിക്കണം. ഹോസ്പിറ്റലിൽ എത്തിക്കണവരെ നമ്മളെ കയ്യിൽ നിന്ന് രക്ഷിക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇതല്ല ട്രീറ്റ്മെൻറ്റ്, മനസ്സിലായോ? അപ്പം ബോധം വരുന്നവരെ, ആംബുലൻസ് വരുന്നവരെ ഈ പരിപാടി തുടരുക.